അമർനാഥ് കൂടിയുണ്ട്. അരുൺ, ഈ നിപ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കപ്പെടുന്നുണ്ട്? എന്തൊക്കെയാണ് പൊതുവിൽ വരുന്ന നിർദ്ദേശങ്ങൾ? കുട്ടിയുടെ ഖബറടക്കം ഉൾപ്പെടെയുള്ള മറ്റു വിവരങ്ങളിലേക്ക് കൂടി. രതീഷ് ഷെയ്ദ് പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് നിന്ന് ഇവിടെ മൃതദേഹം എത്തിയാൽ ഈ നിപ പ്രോട്ടോക്കോൾ പാലിച്ച് മൃതദേഹം ഖബറടക്കാനുള്ള നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ കളക്ട്രേറ്റിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടക്കുകയാണ്. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ നമ്മോട് വ്യക്തമാക്കും എന്നാണ് അറിയിക്കുന്നത്. എന്തായാലും നിയന്ത്രണം കർശനമായി തന്നെ തുടരുന്നുണ്ട്. വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് നിയന്ത്രണമുള്ളത്. ഈ ആനക്കയം, പാണ്ടിക്കാട്, ഈ കുട്ടിയുടെ ജന്മസ്ഥലമായ പാണ്ടിക്കാട്, ആനക്കയം മേഖലകളിലാണ് നിയന്ത്രണം. ഇവിടെ ആൾക്കൂട്ടത്തിന് വിലക്കുണ്ട്. ഒപ്പം തന്നെ വലിയ രീതിയിൽ തുടക്കം മുതൽ തന്നെ ഊർജ്ജസ്വലമായി തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ പ്രവർത്തനം നടന്നിരുന്നു. കൂടുതൽ പേര് സമ്പർക്കമുള്ളവരെ ഒക്കെ കേന്ദ്രീകരിച്ച് 246 പേരെ നിരീക്ഷണത്തിലുണ്ട്. അതിൽ 63 പേരാണ് ഹൈറിസ്ക് പട്ടികയിലുള്ളത്. അതിൽ 4 പേരുടെ സാമ്പിളാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. അതിൽ ഒരു ഫലം വന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. അത് നെഗറ്റീവായിട്ടുണ്ട് എന്നുള്ള ആശ്വാസകരമായ വാർത്ത വരുന്നുണ്ട്. 2 പേരുടെ ആണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സയിലുണ്ടായിരുന്നത് എന്നുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ മുൻകാല അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും ഒടുവിലായി കുറ്റിയാടിയിൽ വന്നപ്പോൾ പോലും സെക്കൻഡറി കേസുകളിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിച്ചു. അതേ രീതിയിൽ ഊർജിതമായുള്ള ഒരു ഇടപെടൽ തന്നെയാണ് വേണ്ടത്. ജനങ്ങളുടെ മികച്ച പ്രതികരണമാണെന്നാണ് ആരോഗ്യമന്ത്രിയും വ്യക്തമാക്കിയത്. അത്തരത്തിൽ ഒത്തൊരുമിച്ച് തന്നെ പഴുതടച്ചുള്ള ഒരു പ്രതിരോധ പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടക്കണം. വ്യക്തി ശുചിത്വം പ്രധാന ഘടകമാണ്. ഈ അകലം പാലിച്ചുകൊണ്ട് തന്നെ ജില്ലയിലാകെ ഈ ഒരു പൊതു നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. ജില്ലയിലാകെ മാസ്ക് നിർബന്ധമാണ്. ഒപ്പം തന്നെ ആൾക്കൂട്ടം ഒഴിവാക്കണം, അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതൊക്കെയാണ് ജില്ലയിലെ സന്ദേശം എന്ന് പറയുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പ്രതിദിന പനി ബാധിതരുടെ എണ്ണമൊക്കെ കൂടുന്ന സാഹചര്യമാണ്. അത്തരത്തിൽ പനി ബാധിക്കുന്നവർക്കൊക്കെ ഒരു ആശങ്ക ഉണ്ടായേക്കാവുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ ആശങ്കയൊന്നും വേണ്ട. കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കുക. ഏതെങ്കിലും ഈ സമ്പർക്കത്തിലുള്ളവർ തന്നെ രോഗലക്ഷണം കാണിക്കുന്നവർ കൃത്യമായി വിവരം അറിയിച്ച് ഐസൊലേറ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ മഞ്ചേരിയിൽ പ്രത്യേക വാർഡുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ യാതൊരു ആശങ്കയും വേണ്ട സാഹചര്യമില്ല. സംവിധാനം ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കുട്ടിയുടെ മൃതദേഹം ഇവിടെ എത്തിയതിനു ശേഷം ഖബറടക്കം ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു അനുമാനം പറയുന്നത്. യോഗം എന്തായാലും ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മലപ്പുറം കളക്ട്രേറ്റിൽ പുരോഗമിക്കുകയാണ്. സാഹചര്യം അതീവ ഗൗരവതരമായി വിലയിരുത്തപ്പെടുകയാണ്. സംസ്ഥാനത്ത് വീണ്ടും നിപ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കുന്നത്. നിപ ബാധിച്ച് ചികിത്സയിലായിരുന്ന മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയെ 14-കാരൻ മരിച്ചു. അതിന് പിന്നാലെ മറ്റൊരാൾക്ക് രോഗലക്ഷണങ്ങളുണ്ട്. ഈ സാഹചര്യത്തെ ഗൗരവതരമായി കാണുകയാണ്. എന്തൊക്കെ ചെയ്യാനാകും എന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനാ യോഗങ്ങൾ മലപ്പുറത്ത് ഉൾപ്പെടെ നടക്കുകയാണ്. മുഹമ്മദ് ഷഹീദും ഒപ്പം അരുൺ അമർനാഥുമാണ് ആ വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്നും മലപ്പുറത്ത് നിന്നും.